നമ്മൾ ഇന്ന് വചനത്തിൽ നിന്ന് കേൾക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാകുക എന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാകുക. വിറ്റ്നസിങ് ദ ലവ് ഓഫ് ജീസസ്. ദൈവം നമ്മളെ രക്ഷയിലേക്ക് വിളിച്ചപ്പോൾ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിപ്പിച്ചപ്പോൾ ഒരു അപ്പോയിൻമെൻറ്റോടെയാണ് പ്രവേശിപ്പിച്ചത്. ജോലിക്ക് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാ ജോലിക്ക് എടുക്കുമ്പോൾ? ഒരു വലിയ ഫാക്ടറി ആണെന്ന് വെച്ചാൽ ജോലിക്ക് നിയോഗിച്ചു കഴിഞ്ഞാൽ അവരെ നിയോഗിച്ചിട്ട് നിങ്ങൾ അവിടെ പോയി എന്തെങ്കിലും ചെയ്തോ? അങ്ങനെയാണോ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വന്ന് ഏതെങ്കിലും ഒക്കെ വാൽവൊക്കെ പിടിച്ച് തിരിച്ച് ചിലപ്പോൾ സ്റ്റീം വന്ന് അപകടം പറ്റും. അവിടെ ഒരു അപ്പോയിൻമെന്റ് ലെറ്ററും അവിടെ ഒരു ഡ്യൂട്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിൻ്റെ ഒരു വിവരണം എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ദൈവരാജ്യത്തിൽ വന്നിരിക്കുന്ന നമ്മളോടെല്ലാം കർത്താവ് ഒരു ഡ്യൂട്ടി ഷീറ്റ് തന്നിട്ടുണ്ട്. അത് ഈ ദർശനത്തിൽ എല്ലാവരുടെയും നമ്മളോടെല്ലാവരോടും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് യേശു പറഞ്ഞു, നിങ്ങൾ സകല ജനതകളെയും ശിഷ്യരാക്കുവിൻ. സകല ജനതകളെയും ശിഷ്യരാക്കുവിൻ. യേശു പറഞ്ഞതാ, നമ്മളോട് പറഞ്ഞതാ, വിശ്വസിക്കുന്നവരോട്, വീണ്ടും ജനിച്ചവരോട്, നിങ്ങൾ സകല ജനതകളെയും ശിഷ്യരാക്കുവിൻ. അതിന് മുൻപ്, ശിഷ്യരാക്കുന്നതിന് മുൻപ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ലോകമെമ്പാടും പോയി സുവിശേഷം അറിയിക്കുവിൻ. പ്രൈസ് ഗോഡ്. അതിനു മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സാക്ഷികളാകുവിൻ. ഇതിനാണ് ഓർഡർ. ലൂക്കയുടെ സുവിശേഷത്തിലാണ് സാക്ഷികളാകുവിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ പറഞ്ഞു, പാപമോചനം നിങ്ങൾക്ക് ലഭിച്ചു, മാനസാന്തരം നിങ്ങൾക്ക് ലഭിച്ചു, ഇതിന് നിങ്ങൾ സാക്ഷികളാകണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വഭാവത്തിലുള്ള രൂപാന്തരം. ഫസ്റ്റ് ഞാൻ റിവേഴ്സ് ഓർഡറിലാണ് പറഞ്ഞത്. ആദ്യം വേണ്ടത് ഏതാ? സാക്ഷിയാകണം. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞ, ആദ്യം സാക്ഷിയാകണം എന്ന് പറഞ്ഞാൽ നമ്മളെ കാണുന്നവൻ ക്രിസ്തുവിനെ കാണുന്ന പോലെ ആയിരിക്കണം. ക്രിസ്തുവിന്റെ സാക്ഷി. ക്രിസ്തു എങ്ങനെയാണോ അങ്ങനെ തന്നെ നമ്മളും. കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മളെ കാണുന്നവൻ സാക്ഷ്യം പറയണം. ദേ ക്രിസ്തുവിനെ പോലെ, ദൈവത്തിന്റെ പുത്രൻ, നമ്മളെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ പുത്രൻ ക്രിസ്തുവിനെ പോലെ, അപ്പന്റെ സ്വഭാവം തന്നെ ക്രിസ്തുവിനെ പോലെ. ആദ്യം സാക്ഷിയാകണം, പിന്നീട് സുവിശേഷം അറിയിക്കണം. അതിന്റെ ഓർഡർ ശ്രദ്ധിച്ചോ? സാക്ഷിയാവാതെ സുവിശേഷം അറിയിച്ചാലുള്ള ഒരു പ്രശ്നം, അവൻ നിന്റെ ജീവിതത്തെ നോക്കി പറയുമോ, നീയാണത് പറയുന്നേ, എന്നാ ഞാനിത് അനുസരിക്കുന്നില്ല എന്ന് പറയും. വേറെ ആരെങ്കിലും പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ സാക്ഷിയാകണം, സുവിശേഷം അറിയിക്കണം, ശിഷ്യരാക്കണം. നമുക്കെല്ലാം പുതിയ പുതിയ ദൈവമക്കളെ നമ്മൾ വചനം പഠിപ്പിക്കണം, യേശുവിന്റെ ശിഷ്യരാക്കണം. ഇങ്ങനൊരു അപ്പോയിന്റ്മെന്റ് ലെറ്റർ നമുക്കുണ്ട്. ഇതെന്തിനാ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ചാൽ, ഇത് ഉണ്ട് എന്നറിഞ്ഞാലേ നമുക്ക് അതിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് തന്ന ദർശനം ഞാൻ ഒന്നും കൂടെ പറയാം. ലോകത്തിലൊക്കെയും പോയി. അപ്പോൾ ഈ ലോകത്തിലൊക്കെയും പോയി എന്നതിന് മുൻപ് ആദ്യം ഭവനത്തിലും സഭയിലും അയൽവക്കത്തും ഒക്കെ സാക്ഷിയായിട്ടാണ് ഈ ലോകത്തൊക്കെ എത്തിക്കോളും. അത് നമ്മൾ പോകേണ്ട ആവശ്യമില്ല, കർത്താവ് എത്തിച്ചോളും. അപ്പോൾ ലോകത്തിലൊക്കെയും പോയി യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി, സാക്ഷികളായി സുവിശേഷം അറിയിക്കുകയും സകല ജനതകളെയും ശിഷ്യരാക്കുകയും ചെയ്യുക. ഇതാണ് ദർശനം. ഇത് നമ്മൾക്ക് എല്ലാവർക്കുമുള്ള ദർശനമാണ്. ലോകത്തിലൊക്കെയും പോയി ആദ്യം യേശുവിന്റെ സാക്ഷിയാകുക, നമ്മുടെ സ്വഭാവത്തിൽ യേശു വെളിപ്പെടുക. 2, സുവിശേഷം പറ്റുന്ന പോലെ പറയുക. 3, അനേകരെ ശിഷ്യരാക്കുക. സഭയോട് ചേർന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്, അല്ലാതെ ഇത് ചെയ്യാൻ സാധ്യമല്ല. എങ്ങനെ ചെയ്യും? നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ല. കാരണം ഒരാളോട് സുവിശേഷം പറയുമ്പോൾ അദ്ദേഹത്തിന് ആദ്യം വേണ്ടത് ചില പഠിപ്പിക്കലുകളാണ്. അത് സഭയിലെ ചില ആളുകൾ പഠിപ്പിക്കും,
ചില ആളുകൾ ആരാധിക്കും. അപ്പൊ അവരെ സഭയോട് ചേർത്ത് ഈ ഒരു ദർശനത്തിലേക്ക് നമ്മൾ വളർത്തുകയാണ്. കൈ ഉയർത്തി കർത്താവിന് ഹല്ലേലൂയ പറയാം. ഇതിൽ ആദ്യത്തെ സ്റ്റെപ്പ് സാക്ഷിയാവുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റെപ്പിലേക്കുള്ള ഒരു ചെറിയ ചവിട്ടുപടിയാണ് ഇന്നത്തെ വചന ശുശ്രൂഷ. അപ്പോൾ യേശുവിന്റെ സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ യേശുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷി. യേശുവിന്റെ പ്രധാനമായ സ്വഭാവം എന്താ? ദേഷ്യത്തോടെ സംസാരിക്കുകയാണോ? പിറുപിറുക്കുകയായിരിക്കുമോ? നമ്മളോട് എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത വന്നാൽ ഉറക്കെ ചീത്ത തിരിച്ചു പറയുകയാണോ? അല്ല. സ്നേഹമാണ് യേശുവിൻ്റെ പരമപ്രധാനമായ ആ സ്വഭാവം. അതിന് നമ്മൾ എങ്ങനെ സാക്ഷികളാകും? ഇതാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. സ്തോത്രം. അപ്പോൾ എങ്ങനെയാണ് യേശു സ്നേഹിച്ചത്? ഇതറിഞ്ഞാലേ നമുക്കും അത് പകർത്താൻ പറ്റുള്ളൂ. എങ്ങനെയാണ് യേശു സ്നേഹിച്ചത്? എങ്ങനെയായിരുന്നു യേശു ഭൂമിയിലായിരുന്നപ്പോൾ ദൈവസ്നേഹത്തെ പ്രകടിപ്പിച്ചത്? ഒരു വചനം നമുക്ക് വായിക്കാം. യോഹന്നാൻ 15:13. നോക്ക്, യോഹന്നാന്റെ സുവിശേഷമാണ് സ്നേഹത്തിന്റെ സുവിശേഷം. സ്നേഹത്തിന്റെ അപ്പസ്തോലൻ എന്നാണ് യോഹന്നാനെ വിളിക്കുന്നത്. കാരണം അധികവും സ്നേഹത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധികവും നമ്മൾ ഇന്ന് ആ സുവിശേഷത്തിൽ നിന്നായിരിക്കും കേൾക്കുക. 15:13 വായിക്കാം. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. സ്തോത്രം. യേശു പറയുക, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ ഭാഷയിൽ നാം സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുക. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല. അതിൻ്റെ അർത്ഥം സ്നേഹത്തിൻ്റെ പരിപൂർണത, അല്ലെങ്കിൽ സ്നേഹം എന്നാൽ നമ്മളുടെ ജീവനെ കൊടുക്കുന്നതാണ്. ജീവനെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പോയി മരിക്കണം എന്ന് മാത്രമല്ല അർത്ഥം. ആ അർത്ഥമുണ്ട്, രക്തസാക്ഷിയാവുക. എന്നാൽ നമ്മുടെ ജീവൻ, നമ്മുടെ ലൈഫ് അത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമയം കൊടുക്കുക, നമ്മളുടെ അധ്വാനം കൊടുക്കുക, നമ്മളുടെ മനസ്സ് കൊടുക്കുക, നമ്മളുടെ സാമ്പത്തികം കൊടുക്കുക. ജീവൻ നമുക്കുള്ള ജീവൻ, അതിൽ നിന്നുള്ളത് കൊടുക്കുന്നതിനെയാണ് യേശു എന്ത് പറയുന്നത്? സ്നേഹം എന്ന് പറയുന്നത്. അതാണ് യേശു ഈ വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചത്. ഇനി ഇവിടെ തന്നെ നമുക്ക് പിതാവിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും യേശു എങ്ങനെയാണ് ഈ സ്നേഹം, ഇപ്പോൾ യേശു ഇത് പറയുക മാത്രമാണോ ചെയ്തേ, അതോ ഇത് കാണിച്ചു തന്നുവോ? യോഹന്നാൻ 3:16 ഗോൾഡൻ വേഴ്സ്, ബൈബിളിലുള്ള ഗോൾഡൻ വേഴ്സ് നമ്മൾ വായിക്കാൻ പോവുകയാണ്. യോഹന്നാൻ 3:16 ചേർന്ന് നമുക്ക് ആ വചനം വായിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഈ വചനം വായിക്കാം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇവിടെ ദൈവം നൽകിയത് കണ്ടോ? നിങ്ങളത് വായിച്ചപ്പോൾ അത് ശ്രദ്ധിച്ചോ? ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുവിനെ നൽകുകയാണ് പിതാവ് ചെയ്തത്. തൻ്റെ അരുമ മകനെ, തൻ്റെ എല്ലാമായ മകനെ ലോകത്തിലേക്ക് നൽകി. ജീവൻ കൊടുക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. നമ്മളെല്ലാം മക്കളുള്ള മാതാപിതാക്കൾക്ക്, സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് ഇത് മനസ്സിലാകും. നമ്മുടെ മകനെ അങ്ങ് കൊടുക്കുകയാണ്. അബ്രഹാമിനോട് പറഞ്ഞപ്പോൾ അബ്രഹാമിന് ആ വേദന എത്രയാണെന്ന് അറിയാമായിരുന്നു.
നമ്മൾ സ്നേഹിക്കുന്ന, നമ്മൾ ലാളിക്കുന്ന, നമ്മുടെ എല്ലാമായ യേശുവിനെ പിതാവ് ലോകത്തിലേക്ക് നൽകി ക്ലേശങ്ങൾ അനുഭവിക്കുവാൻ, പരിഹാസം അനുഭവിക്കുവാൻ. പിതാവിന് ഇതെല്ലാം അറിയാം. ഞാൻ ഈ മകനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ലോകം അവനെ സ്വീകരിക്കുകയില്ല എന്നും, ലോകം അവനെ പരിഹസിക്കുമെന്നും, ലോകം അവനെ ഉപദ്രവിക്കുമെന്നും, വലിയ വേദനകളിലൂടെ യേശുവിന് കടന്നു പോകേണ്ടി വരുമെന്നും പിതാവിന് നല്ലവണ്ണം അറിയാം. എന്നിട്ടും പിതാവ്, ദൈവം ലോകത്തെ അത്രമേൽ സ്നേഹിച്ചതുകൊണ്ട് തൻ്റെ സ്വന്തം പുത്രൻ ഏകജാതനെ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. നൽകുകയാണ്. യേശു ഇതിനു മുൻപ് പറഞ്ഞു ജീവൻ കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആ ജീവൻ കൊടുക്കുന്ന, പറിച്ചെടുക്കുന്ന വേദന തന്നെ പിതാവിനുണ്ടായിരുന്നു. തൻ്റെ ചങ്ക് പറിച്ചെടുക്കുമ്പോഴുള്ള വേദന സഹിച്ചിട്ടാണ് പിതാവ് യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചത്. ജീവൻ കൊടുക്കുകയാണ്. സ്നേഹത്തിന്റെ ഒരു മാതൃക നമ്മൾ പിതാവിൽ കാണുകയാണ്. പ്രൈസ് ഗോഡ്. എങ്ങനെയാണ് യേശു സ്നേഹിച്ചത്? എങ്ങനെയാണ് പിതാവ് സ്നേഹിച്ചത്? എന്താണ് സ്നേഹം എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. സ്തോത്രം. അടുത്തൊരു വചനം കൂടെ ഇവിടെ വായിക്കാം. 1 യോഹന്നാൻ 3:16. നമ്മളിപ്പോ വായിച്ചത് യോഹന്നാൻ 3:16 ആയിരുന്നു. ഇനി വായിക്കുന്നത് 1 യോഹന്നാൻ 3:16. വായിക്കാം. അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചുകൊടുത്തതിനാൽ നാം സ്നേഹം എന്താന്ന് അറിഞ്ഞിരിക്കുന്നു. സ്തോത്രം. നോക്ക്, വചനം നമ്മളോട് സംസാരിക്കുകയാ. അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചിരിക്കുന്നതിനാൽ സ്നേഹം എന്തെന്ന് നാം മനസ്സിലാക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടതാണ്. സ്നേഹം എന്താണെന്ന് ചെറുതായിട്ട് പറഞ്ഞു തുടങ്ങുക കേട്ടോ. ഇവിടെ വചനം പറയുക യേശുവിനെ കുറിച്ച്, അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചു. നമുക്കിതൊരു വാക്ക് വചനം വായിച്ച് മനസ്സിലാക്കുക. യേശുവിന് ഇത് തൻ്റെ ജീവൻ, തൻ്റെ വേദന, ത്യാഗം, പരിഹാസം ഇതെല്ലാം അർപ്പിച്ചു കൊടുത്തു. അവൻ നമുക്ക് വേണ്ടി സ്വജീവൻ അർപ്പിച്ചിരിക്കുന്നതിനാൽ സ്നേഹം എന്തെന്ന് നാം മനസ്സിലാക്കുന്നു. ഇത് കാണുമ്പോഴാണ് സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. സ്നേഹം ജീവൻ കൊടുക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. വേറൊരു വാക്കിൽ പറഞ്ഞാൽ ഭൂമിയിൽ കാണുന്ന മറ്റ് പലതും സ്നേഹമല്ല എന്ന് മനസ്സിലാക്കുകയാണ്. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നതൊന്നും സ്നേഹമല്ല എന്ന് മനസ്സിലാവുകയാണ്. സ്വന്തം ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടി പലരോടും വളരെ താഴ്മയോടെ സംസാരിക്കുന്നത് വിനയമല്ല, സ്നേഹമല്ല എന്ന് മനസ്സിലാവുകയാണ്. സ്വന്തം പദവികൾ ലഭിക്കേണ്ടതിന് വേണ്ടി ഓച്ചാനിച്ച് നിൽക്കുന്നതും പലരോടും നല്ല രീതിയിൽ ഇടപെടുന്നതും സ്നേഹമേ അല്ല എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. സ്വാർത്ഥത നടക്കുന്നതിന് വേണ്ടി, സ്വന്തം ആഗ്രഹങ്ങൾ നടക്കുന്നതിന് വേണ്ടി ജീവനെ കൊടുക്കാതെ, ജീവനെ മുറുകെ പിടിച്ച് അവന്റെ സൗകര്യം നടക്കണം, അവന്റെ സന്തോഷം നടക്കണം, അവന്റെ ജീവിതം തന്നെ കെട്ടിപ്പടുക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതൊന്നും സ്നേഹമല്ല എന്ന് യേശു ആ ക്രൂശിൽ പ്രദർശിപ്പിക്കുകയാണ്. സ്വജീവനെ കൊടുത്തത് കൊണ്ട് നമ്മൾ സ്നേഹം എന്തെന്ന് കാണുകയാണ്. ഹല്ലേലൂയ. കൈകൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാമോ? എന്നിട്ട് കർത്താവ് പറയുക, നിങ്ങളും അതുപോലെ ജീവനെ സഹോദരന്മാർക്ക് വേണ്ടി കൊടുക്കേണ്ടതാകുന്നു. ഈ വാക്ക് ഇവിടെ എഴുതിയത് കൊണ്ടാ ഇന്ന് ഇത് പ്രസംഗിക്കുന്നത്. ഈ വാക്ക് ഇവിടെ ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ് ആരാധിച്ച് നിർത്താമായിരുന്നു. ഓ കർത്താവേ, എനിക്ക് വേണ്ടി അങ്ങ് ത്യാഗം സഹിച്ചല്ലോ, ആരാധന അവിടെ സ്റ്റോപ്പ് ചെയ്യായിരുന്നു. പക്ഷെ അത് സാധ്യമല്ല. കർത്താവ് പറയുക, ഞാൻ സ്വജീവൻ അർപ്പിച്ചതുപോലെ നിങ്ങളും നിങ്ങളുടെ ജീവനെ അർപ്പിക്കേണ്ടതാകുന്നു. നിന്റെ സമയത്തെ നൽകേണ്ടതാകുന്നു, മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടതാകുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കേണ്ടതാകുന്നു, മറ്റുള്ളവരെ പരിചരിക്കേണ്ടതാകുന്നു, നിന്റെ സമയം അനേകർക്ക് വേണ്ടി നൽകേണ്ടതാകുന്നു എന്ന് നിന്നെ സൃഷ്ടിച്ച ദൈവം നിന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇവിടെ എഴുതിയിരിക്കുക, നീ ഇത് ചെയ്തു കഴിഞ്ഞു കർത്താവ്. എന്നിട്ട് പറയുക,
നാമും സഹോദരന്മാർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടതാകുന്നു. പ്രൈസ് ഗോഡ്. നമ്മളോട് ചോദിക്കണം, നമ്മുടെ സമയം, നമ്മുടെ അധ്വാനം, ഇതാണോ? എനിക്ക് വേണ്ടി ഇത് നേടണം, എനിക്ക് വേണ്ടി ഇത് നേടണം, ഇത് വേണം, എൻ്റെ ഭവനം, എൻ്റെ കുടുംബം, ഇതാണോ? അതോ ഇതാണോ? ജീവൻ കൊടുക്കുന്നതാണോ? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കൂട്ടായ്മയിലായിരിക്കുന്നു, മറ്റുള്ളവരുടെ വേദനകൾ കാണുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരോട് രക്ഷയെക്കുറിച്ച് പറയുന്നു, അവരുടെ ജീവിതം കുഴിയിൽ കിടക്കുകയാണ്, രക്ഷയെക്കുറിച്ച് പറയുന്നു. ഇതാണോ? നമ്മൾ ജീവൻ കൊടുക്കുകയാണോ? അതോ എങ്ങനെയെങ്കിലും ഉള്ളതൊക്കെ ഇവിടുന്ന് പിടിച്ചെടുത്തിന് പറ്റെങ്കിൽ ചാടി മോളിൽ നിന്നും കൂടെ പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണോ? കർത്താവ് പറയുക, ഞാൻ നിങ്ങളെ സ്നേഹിച്ച് ജീവൻ അർപ്പിച്ചതുപോലെ നിങ്ങളും ജീവൻ അർപ്പിക്കേണ്ടതാകുന്നു. ഇതിനെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ജീവൻ കൊടുക്കുന്നതിനെയാ സ്നേഹം എന്ന് പറയുന്നത്. ജീവൻ അർപ്പിക്കുന്നതിനെയാ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരു വചനം കൂടെ നമുക്ക് വായിക്കാം, റോമർ 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിച്ച് ആ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. എൻ്റെ അർത്ഥം മനസ്സിലാക്കണം. നമുക്കൊരു ഒഴിവ് കഴിവ് ഇനി പറയാനില്ല. പ്രദർശിപ്പിച്ചിരിക്കുക, പരസ്യമായി പ്രദർശിപ്പിക്കുക. ആ ക്രൂശ് നോക്ക്, ഹിസ്റ്ററി തന്നെ AD BC ആയി തിരിഞ്ഞിരിക്കുന്നത് ആ ക്രൂശിലാണ്. ലോകത്തെ തന്നെ ചരിത്രം രണ്ടായി മാറ്റിയിരിക്കുക ക്രൂശ്. ഒരു പ്രദർശനമാണ് യേശുവിന്റെ സ്നേഹത്തിന്റെ. നാം പാപികളായിരിക്കെ നമ്മളോട് ആരോടും വന്ന് നീ മാനസാന്തരപ്പെടുന്ന ഉറപ്പുതാ എങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാം, ആരോടും എഴുതി വാങ്ങിച്ചില്ല. നാം പാപികളായിരിക്കെ ചിലർക്ക് ക്ഷമിക്കാനങ്ങ് കഴിയുന്നില്ല. മറ്റവൻ അനീതി ചെയ്തില്ലേ, ഞാൻ എങ്ങനെ അവനോട് സ്നേഹിക്കും, എങ്ങനെ ഞാൻ എൻ്റെ ജീവൻ അവന് കൊടുക്കും? നാം പാപികളായിരിക്കെ, നാം വഷളത്വത്തിൽ നടന്നുകൊണ്ടിരിക്കെ, നമ്മളിൽ ഗുണങ്ങൾ ഒന്നുമില്ലാതിരിക്കെ, ആ സമയം തന്നെ നമുക്ക് വേണ്ടി നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്ത് യേശു മരിച്ച് ആ സ്നേഹം പ്രദർശിപ്പിച്ചു. ജീവനെ നമുക്ക് വേണ്ടി നൽകി. വചനം പറയുക, നല്ലവന് വേണ്ടി ചിലരെല്ലാം ജീവൻ വെടിഞ്ഞേക്കാം, എന്നാൽ പാപികളായിരിക്കുന്ന നമുക്ക് വേണ്ടി ക്രിസ്തു തന്റെ ജീവൻ കൊടുത്തു. അപ്പോൾ നമുക്ക് ഒരു ഒഴിവ് കഴിവും ഇതിൽ പറയാനില്ല. ക്രിസ്തു പാപികളായിരിക്കെ തന്നെ തന്റെ ജീവനെ നൽകി. പിതാവ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഏകജാതനെ നമുക്ക് വേണ്ടി നൽകി. ക്രിസ്തു നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച് ജീവനെ നൽകി സ്നേഹം എന്തെന്ന് പ്രദർശിപ്പിച്ചു. എന്നിട്ട് നമ്മളോട് പറയുക, നിങ്ങളും ഇത് തന്നെ ചെയ്യണം, നിങ്ങളും പരസ്പരം സ്നേഹിക്കണം, നിങ്ങളും ജീവനെ കൊടുക്കണം. അതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. നോക്ക്, ഈ സ്നേഹമാണ് നമ്മൾ സാക്ഷീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഈ സ്നേഹത്തിനാണ് നമ്മൾ സാക്ഷിയാകേണ്ടത്. ക്രിസ്തു ഒരു മാതൃക കാണിച്ചു, എന്നിട്ട് പറയാം നിങ്ങളും അതുപോലെ ചെയ്യുക.